ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. അപ്പം എല്ലാം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും അല്ല ഗൈസ്. അപ്പോൾ എല്ലാം നമുക്ക് ഇവരും കാണത്തില്ല. എന്തോ കാണത്തില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ക്യൂട്ട് വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ഞാനെല്ലാം ഒട്ടിച്ചു വെച്ചു ഗൈസ്. ഇത് വെൽക്കം, ഇതൊരു പെൺകുട്ടി, ഇത് ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് എഴുതുന്നതെന്ന് പറയുന്നത് ഒരു ഇതാണ്, എന്തുവാ, ബുക്ക്, പിന്നെ ഒരു തൂവല്, ഒരു ക്യാറ്റ് ഒരു മീനെ പിടിച്ചോണ്ടിരിക്കുന്നതാണ്, പിന്നെ ഒരു ഫ്ലവർ എന്തോ അന്ത വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. അപ്പൊ ഇതെന്റെ ഒരു ക്യൂട്ടാണ്. പിന്നെ തുറക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത്, ഈ പല്ലിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രോസസ്സിങ് എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് ഇവിടെ ഒരു വലിയൊരു കൂർത്ത സാധനമുണ്ട്. അതിനകത്തോട്ട് ഇങ്ങനെ നെക്കുമ്പോൾ അത് ബാക്കിലോട്ട് വന്ന് തെള്ളും. അപ്പൊ അതിങ്ങനെ തുറന്നു വരും. പിന്നെ നമുക്ക് ഇതിനകത്ത് അപ്പം ഇതാണ് നമ്മള് ഇത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേട്ടായിട്ട് വാങ്ങിയിരിക്കുന്നത്. ലഞ്ച് ബോക്സ് ഇല്ല, ലഞ്ച് ബോക്സ് ഇല്ല. പിന്നെ വരുന്നത് ഒരു ബാഗാണ്. ബാഗ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പിങ്ക് കളർ ബാഗ്. അതിൻ്റെ അകത്ത് ഞാൻ സ്കൂളിൽ പോകാനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷെ പിറ്റേന്നോട്ട് മാറ്റിയതുകൊണ്ട് ട്യൂഷനിൽ പോകണം. അതുകൊണ്ട് ഞാൻ എല്ലാം ട്യൂഷനിലേക്ക് ആക്കി. ഇതൊരു ക്യൂട്ട് ഒരു പൗച്ചാണ് ഗൈസ്, ഹലോ കിറ്റിയുടെ. ഇത് വേറൊന്നിനുമല്ല, ഇത് നമ്മളെ മണീസിനാണ്. വീട്ടിലിങ്ങനെ മണീസ് വെക്കാനാണ്. പുറത്തിങ്ങനെ പോകുമ്പോൾ അല്ല, സ്കൂളിലേക്ക് ഒരു 2000 രൂപ കൊടുക്കണം. ഒരു പർച്ചേസിനല്ല, ഒരു ഇതിന്, ഒരു ന്യൂ ഇയർ ആഘോഷത്തിന്. അപ്പം അതിനൊക്കെ ഇതിനകത്ത് വെക്കാം ഗൈസ്. പിന്നെ ഞാൻ വെറുതെ വാങ്ങിയതല്ല, ഇതെനിക്ക് സ്കൂളിൽ പോകുന്നിട്ട് രാവിലെ പൈസ വാങ്ങിയിട്ട് ഇത് ഇതിനകത്ത് ഇട്ടിട്ട് പണ്ടൊക്കെ ഇങ്ങനെ തപ്പും ഞാനിവിടെ കിടന്നത്. പക്ഷെ ഇപ്രാവശ്യം മുതൽ അങ്ങനെയല്ല, ഇതിനകത്ത് വെച്ചുകൊണ്ട് പോയിട്ട് ഷോ ഇറക്കും. അതിൻ്റെ 10 രൂപയുണ്ട്. രാവിലെ വാങ്ങിയിട്ട് വൈകിട്ടാകുമ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങണം മുട്ടായികൾ. അതിനെഴുതണമുണ്ട്. ഇനി ഇതുകൊണ്ടായിരിക്കും. പക്ഷെ അച്ഛൻ പറഞ്ഞത് പീറ്റിക്ക് ഇറങ്ങാൻ നീത്തു ഇത് നമ്മളെ ബാഗ് അവർ ചെക്ക് ചെയ്യൂന്നാണ്. നാളെ ഞാൻ ബാഗ് എടുത്ത് ചെല്ലിയല്ലോ പീറ്റിക്ക് വാങ്ങിയിട്ട്. ആരും അറിയാതെ ചുമ്മാ എൻ്റെ ബാഗ് എനിക്ക് പുസ്തകം പോലെ നോക്കണം.